ഇവിടെ നിന്നാണ് ചേട്ടാ വരുന്നത്? പാണ്ടി പറഞ്ഞു എന്തോ എവിടെ നിന്നാണ്? ഞങ്ങൾ പാട്ടി പാണ്ടി പഠിക്കുമോ ഇപ്രാവശ്യം? ഓ കപ്പ പഠിക്കില്ല ടീമില്ല. പ്രകടനം കഴിച്ചു. നല്ല പ്രകടനം കാഴ്ച വയ്ക്കും. ആർക്കാണ് ഒരു സാധ്യത കൽപ്പിക്കുന്നത്? ഞങ്ങൾ UBCക്ക് വേണ്ടി സാധ്യത കൽപ്പിക്കുന്നത്. നേരണം അല്ല തലവടി പള്ളാത്തുരുത്തി തുടർച്ചയായി 6ാം വർഷവും കപ്പടിക്കുന്നുള്ള കിട്ടത്തില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പള്ളത്തുരുത്തി പ്രാവശ്യം കിട്ടില്ല. ചെമ്പക്കുളം വള്ളങ്ങളിലൊക്കെ അവര് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വേറെ കാര്യം, ചമ്പക്കുളം വള്ളങ്ങളിൽ ചെറുതിനെയാണ് അവർ തുഴഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം മേൽപ്പാടത്തെ കൊണ്ട് അവർ ജയിക്കത്തില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. സത്യമായിട്ടും അത് തന്നെ 100% പറയുന്നത് പള്ളത്തിൽ ജയിക്കില്ല. തലവടി ചുണ്ടലിൽ UBCക്ക് കപ്പടിക്കും. നടക്കും നോക്കാം. നടക്കും, 100% നടക്കും. എന്റെ അഭിപ്രായം വിവരം കഴിഞ്ഞ ദിവസം മൈക്രോ സെക്കൻഡ് പോയത്. അതുകൊണ്ടാണ് പറയുന്നത് വിയർ ഈ തവണ കപ്പെടുക്കുമെന്ന്. വളരെ പ്രാക്ടീസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് വള്ളങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുക. BBC കൈനേരിയാണ് ഇത് ചെയ്യുന്നത്, തുഴയുന്നത്. അവർ കപ്പെടുക്കുകയും ചെയ്യും. ഇത്തവണ നമുക്ക് നല്ല പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. ഉണ്ടുണ്ട്. ഓക്കെ അജി, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട്, ഓരോ പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകൾ എത്രത്തോളം പൂവണിയുമെന്നത് ഇനി നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ക്ലബ്ബുകളായിരിക്കും ഫൈനലിലേക്ക് യോഗ്യത നൽകാം. നേരത്തെയൊക്കെ ഓരോ ഹീറ്റ്സിലും 1ാം സ്ഥാനക്കാരായിരുന്നു വരുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ മുഴുവൻ ഹീറ്റ്സുകളിലെയും മികച്ച 4 സമയത്തിൽ ഫിനിഷിംഗ് പൂർത്തിയാക്കുന്ന 4 വള്ളങ്ങളായിരിക്കും ഫൈനലിലേക്ക് യോഗ്യത നൽകുക. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സൂചിപ്പിച്ചതുപോലെ കടുത്ത മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഞാൻ ചില കണക്കുകൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇത്തവണ തകർക്കപ്പെടാൻ സാധ്യതയുള്ള ചില റെക്കോർഡുകളുണ്ട്. അതിലൊന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതായത് PBC തുഴയുന്ന മേൽപ്പാടം ചുണ്ടൻ വിജയിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബ് PCB ആകും. ഡബിൾ ഹാട്രിക് നേടുന്ന ആദ്യ ടീമും. ഈ വർഷം ചമ്പക്കുളം മൂലംവള്ളംകളിയും കരുമാടി വള്ളംകളിയും വിജയിച്ച PBCക്ക് സീസണിലെ ആദ്യ 3 മത്സരങ്ങളിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ഈ PBC. രണ്ടാമതുള്ളത് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി, അതായത് തലവടിച്ചുണ്ടൻ, നമ്മുടെ ആരാധകർ ഏറെയുള്ള തലവടിച്ചുണ്ടൻ വിജയിച്ചാൽ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയ ക്ലബ് എന്ന സ്വന്തം റെക്കോർഡ് ഈ UBC പുതുക്കുമെന്നുള്ളതാണ്. കാരണം നിലവിൽ അവർ 12 തവണ നെഹ്റു ട്രോഫിയിൽ അവർ മുത്തമിട്ടിട്ടുണ്ട്. 12 തവണ അവർ വിജയിക്കുകയും ചെയ്തു. 2024 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഫിനിഷ് ചെയ്ത സമയം എന്ന് പറയുന്നത് 4 മിനിറ്റും 15 സെക്കൻഡുമാണ്. അപ്പോൾ ഇത്തവണ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള ചുണ്ടൻ ആരായിരിക്കും? ആ വേഗ റെക്കോർഡ് തകർക്കപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് ജോസി സൂചിപ്പിച്ച നിരണം ബോട്ട് ക്ലബ്ബാണ്. നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ ജയിച്ചാൽ അത് നെഹ്റു ട്രോഫി നേടുന്ന കിഴക്ക് ഭാഗത്ത്, അതായത് പത്തനംതിട്ടയുടെ നിരണം ഭാഗത്ത്, പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുന്ന ആദ്യ കപ്പ്, നെഹ്റു ട്രോഫി കപ്പ് എന്നുള്ള ഖ്യാതിയും അവർക്കുണ്ട്. ഇതിന് പുറമെയാണ് 1 ഡസനോളം വരുന്ന ചുണ്ടൻ ക്ലബ്ബുകളും ഉള്ളത്. അങ്ങനെ ഒട്ടനവധി ആവശ്യത്തിൽ തന്നെയാണ് ആരാധകരുള്ളത്. അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് തലവടി ചുണ്ടന്റെയും പള്ളാത്തുരുത്തിയുടെയൊക്കെ ആരാധകരെ സംബന്ധിച്ചാണ് എടുത്തു പറയേണ്ടത്. മൊത്തത്തിൽ ആകെയുള്ളത് 9 വിഭാഗങ്ങളിലായി 75 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 21 ചുണ്ടനുണ്ട്. ചുരുളൻ 3 എണ്ണമാണ്. ഇരുട്ടുകുത്തി A വിഭാഗത്തിൽ 5 ഇരുട്ടുകുത്തി B വിഭാഗത്തിൽ 18, ഇരുട്ടുകുത്തി C വിഭാഗത്തിൽ 14, വൈപ്പ് A വിഭാഗത്തിൽ 5, വൈപ്പ് B വിഭാഗത്തിൽ 3. മറ്റൊന്ന് ഈ തെക്കനോടിത്തറയുടെ 2, തെക്കനോടി കെട്ട് 4 എന്നിങ്ങനെയാണ് ഈ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ചുണ്ടന് തന്നെയാണ്. ഇതിനു പുറമെയാണ് ഈ ചെറു വെള്ളങ്ങളുള്ളത്. അപ്പോൾ ഈ ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ആവേശത്തോടെ നോക്കുന്നത് ആരായിരിക്കും ആ ജലരാജാവ് എന്നുള്ളതാണ്. ഒരേ താളത്തിൽ, ഒരേ സമയത്തിൽ, ഒരേ വേഗതയിൽ, ഒരേ മനസ്സോടെ തുഴയുമ്പോൾ ആരായിരിക്കും ജലരാജാവ്? പുന്നമടക്കായലിൽ മുത്തമിടുന്ന ആ ജലരാജാവ് ആരാണ് എന്നാണ് നോക്കുന്നത്.